തിരക്കിൻ്റെ ഇടയിൽ നിൽക്കാനൊക്കെ ഇത് ഗംഗാനദി ഒഴുക്കുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുകളാണ് ഇവിടെ വന്നിട്ട് സെക്കൻഡുകൾ കൊണ്ട് കുളിക്കണതും എല്ലാം. ആൾക്കാർ മൊത്തം ഓരോ ജനങ്ങള് ഈ ലൈറ്റ് കാണുന്ന മൊത്തതാ. ഇത് ഇവിടെ മാത്രല്ല ഇപ്പുറത്തെ സൈഡുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുകളാണ് ഇവിടെ വന്നിട്ട് സെക്കൻഡുകൾ കൊണ്ട് കുളിക്കണതും എല്ലാം. നോക്കി പൂജാ കാര്യങ്ങള് ശരിക്കും ഇത് ഞാൻ പറയില്ലേ ഭക്തിയുടെ അങ്ങേറ്റം എന്ന് പറയില്ലേ, അതാണ്. ക്ലീനിങ് നിറഞ്ഞ കയ്യോടെ ക്ലീനിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യാണ്ടാവുന്നുണ്ട്. അതേപോലെ ജനങ്ങൾ വരണത് നോക്കി ഭക്തിയുടെ അങ്ങേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ. ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നോക്കി എത്രത്തോളം അവർ ക്ലീൻ ചെയ്യാൻ പറ്റും അത്രത്തോളം അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പൂജ കാര്യങ്ങൾ ഗംഗാനദി ഒഴുക്കുണ്ട്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളം. നമ്മൾ കാണണമല്ല ഈ ഏരിയ അല്ലാണ്ട് ഒരാളിനെയും കുളിക്കാൻ വേറെ അനുവദിക്കുന്നില്ലേ. ഇതൊക്കെ കൈയോടെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഒഴുക്കുണ്ട് ഗംഗാനദിയുടെ എന്ത് സ്പീഡിലാണ്, നല്ല ഒഴുക്കുണ്ട് വെള്ളം കണ്ടോ. ഞാൻ പറഞ്ഞേ ഒരു കൈയോടെ ക്ലീൻ ആക്കണമൊക്കെ ഉണ്ട്. ഈ ഭാഗമൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ ആ ഭാഗം ക്ലീനാക്കി പോയിക്കൊണ്ടിരിക്കുക അവർ. സെക്കൻഡുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് 10,000 ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ വന്നിട്ട് സ്നാനം ചെയ്തിട്ട് പോണത്. നോക്കി നമ്മൾ ചിന്തിക്കണമല്ലേ. ഈ പോസ്റ്റും കാല് വരെ താൽക്കാലിക കണ്ടില്ലേ, എത്ര പോരം പകല് പോലെ കാണുന്നത്. അത്രയും ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നോക്കിയേ കറക്റ്റ് നോക്കിയ ഇരുട്ടായി തോന്നില്ലേ, സമയം 6 മണിയായിട്ടുള്ള. പക്ഷെ ഇത്രയും വെളിച്ചുണ്ട് ഇവിടെ, ഇത്രയും ലൈറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. നോക്കി ഈ ഇലക്ട്രിക്കൽ ലൈനിൻ്റെ ഇതുവരെ നോക്കി താൽക്കാലിക കുംഭമേള കഴിഞ്ഞതൊക്കെ പൊളിച്ചു മാറ്റിയുള്ളൂ. എന്താ कौन सा ये आगे हाँ कौन अगोरी वाली നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ.
ഒട്ടകൻ സാർ വേദം മൂട് മാസ്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടകം വരെ പോത്തിയിലൊക്കെ വീഡിയോ ഫോട്ടോക്ക് അവിടെ ചവയ്ക്കലൊക്കെ നിർത്തി. ഒട്ടകം ചാതിരാവട്ടെ ഫോട്ടോ എടുക്കണമെന്ന് ആള് നോക്കി. ഓ വേദം മൂട് രണ്ടെണ്ണല്ല കുറഞ്ഞതില് എന്തൊക്കെ കാഴ്ചകളാ നോക്കി. എൻ്റെ അമ്മ ഇത്ര ഹൈറ്റ് ഉള്ളത് പടച്ചോനെ. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിൽ നേരിട്ട് കണ്ടത്. പിടിച്ച് തല്ലു അവൻ പേടിച്ചിട്ടാ തോന്നുന്നുണ്ട്. അതിന് കൊണ്ടുപോയി 50 രൂപ തരാം. അതുകൊണ്ട് പറ്റാണ്ടായി പോ. ലൈഫ് പുള്ളിയുടെ കണ്ണാ ഞാൻ പറഞ്ഞത്. നല്ല ഭംഗിയാണ്. പൂച്ച കണ്ണയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒട്ടകം ഇരിക്കണ ശ്രദ്ധിച്ച. സാധാരണ നമ്മള് കാല് ബാക്കിലേക്കല്ലേ മുടക്കണ്ടേ. ഇത് ബാക്കിലേക്ക് മുടത്തിട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇതിന്റെ കാല് കുറച്ചൊരു കാണില്ലേടാ. മൂന്ന് മടക്ക ഇവിടുന്ന് ഒരു മടക്ക് ബാക്കിലേക്ക്, അവിടുന്ന് ഫ്രണ്ടിലേക്ക് വേറെ മടക്ക് വന്നിട്ടുണ്ട്. 3 മടക്ക അതിന് കാല്. ഇത് എനിക്ക് കേറാ കണ്ട. ഇത് തൊടൊക്കെ ഫസ്റ്റ് മുട്ട്, പിന്നെ ഇവിടെ ഒരു മുട്ട്. അതുകൊണ്ട് അവിടെയാണ് കാല് വരുന്നത്. അത് ഇങ്ങനെ പോണ എസ് മോഡല് കണ്ടോ. കണ്ട ഫസ്റ്റ് മുട്ട് ഇത് ഇവിടെ, അതിൻ്റെ അടിയിൽ വേറൊരു മുട്ട്, പിന്നെ ഇങ്ങനെ വരണത് ഇതിങ്ങനെ 3 സ്റ്റെപ്പാ ഇതിൻ്റെ കാല്. അതിങ്ങനെ എസ് മോഡലാ മുട്ട് മടക്കി വയ്ക്കുന്നത്. നമ്മളൊക്കെ ഒരു മടക്കല്ലേ ഉണ്ടാവുള്ളൂ. ഇത് 3 മടക്കതിന്. പ്രത്യേക ഫീലാ ഇത് കേൾക്കാനും ഇതിൻ്റെ ഇടയിൽ നിൽക്കാനൊക്കെ. ഇത് ഞാൻ കേട്ടറിഞ്ഞത് കാശിന്ന് ആൾക്കാർ വന്നിട്ട്, അതായത് വാരണാസിന്ന് ആൾക്കാർ വന്നിട്ടാണ്, അതായത് സ്വാമിമാർ വന്നിട്ടാണ് ഇവിടെ ഗംഗാപൂജ നടത്തണേന്ന്. എന്നും ഇത് ഡെയിലി ഉണ്ടെന്ന് പറയണത് ഗംഗാപൂജ. വാരണാസിലുള്ള പോലെ തന്നെ ഇവിടെ ഡെയിലി ഉണ്ടത് ഗംഗാപൂജ. നമ്മൾ കണ്ടുകൊടുക്കുന്നത്.
അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മറ്റേത് പ്രസാദം കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. സംഭവം രക്ഷയില്ല. ഇത് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നത് വേറൊരു അതൊരു ഫീലാണ്. എത്ര ജനങ്ങളോട് നിൽക്കണമെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പോയിട്ട് ഓരോരുത്തരായിട്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് പ്രസാദം കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഇത് കാശിന്ന് അതായത് വാരണാസിന്ന് ഡെയിലി സ്വാമിമാര് സന്യാസിമാര് വന്നിട്ട് ഇവിടെ പൂജ ചെയ്യുന്ന പറയണത്, ഗംഗാ പൂജ ചെയ്യുന്ന പറയണത്. അത് നല്ലൊരു ഇതുണ്ട്. രക്ഷയില് ഉണ്ടോ ഇവര് ഇവിടെ ഉപയോഗിക്കുന്ന സിന്ദൂരത്തിന്റെ കളർ കേട്ടോ. ഫോട്ടോയിലോ ഫോട്ടോ ഇവരോട് ഉപയോഗിക്കുന്ന സിന്ദൂരത്തിന്റെ കളറാട്ടത്. കളറുകളല്ലേ സിന്ദൂരം ഉപയോഗിക്കുന്നത്. ചെറിയ പിള്ളേർ അല്ലേ മേടിക്കാന്നുള്ള ചേച്ചിമാര്. ഫ്ലോറസെന്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നെറ്റിമേന കണ്ടില്ലേ ഇങ്ങനെ സിന്ദൂരം തൊടുള്ളവര്. അത് അവരൊരു ആചാര രീതി കേട്ടോ. അതായത് അവരങ്ങനെ മൂക്കിൻ്റെ തുമ്പുന്ന് നെറ്റിയുടെ അറ്റം വരെ സിന്ദൂരം തൊടുക ചെയ്യുക. അത് അവരുടെ ഒരു ആചാരമാണ്. അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് അവരൊരു ആചാരം അങ്ങനെയാണ്. പിന്നെ കൊണ്ട് കാര്യമില്ലല്ലോ. ഈ പോണ ആൾക്കാരില്ലേ ഇവര് കൂട്ടം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിട്ട് കിട്ടി കയറുകൊണ്ട് ഇതാക്കിയിരിക്കുക. കയറിനാടാ ഒരു ചുറ്റും കയറാ. ഒരു ആൾക്കാർ ഇവര് ഫാമിലി നടന്നു പോകാൻ വേണ്ടി ഒരു ചുറ്റും കയറിട്ടുണ്ട് കൂട്ടം അറ്റൻഡ് ചെയ്യാൻ. എന്തായാലേ ബാക്കിൽ രണ്ട് കാർന്നവര് അതിന് വട്ടം പിടിച്ച്, ഫ്രണ്ടിൽ രണ്ട് സ്ത്രീകൾ വട്ടം പിടിച്ചിട്ടുണ്ട്. വട്ടം പിടിച്ചിരിക്കുന്നത് ചുറ്റും കയറ് കൂട്ടം അറ്റൻഡ് ചെയ്യാൻ. കുറെ തലപ്പാവ് വെച്ചുള്ള കുറെ ആൾക്കാർ. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഈ തലപ്പാവിൻ്റെ സംഭവം കുറെ പേര് വരുന്നു തലപ്പാവ് വെച്ചിട്ട്. ഈ വരുന്നവരൊക്കെ തലപ്പാവ് വെച്ചിട്ട് വരുന്നവരെ അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവരെന്തെങ്കിലും ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്കറിയില്ല കേട്ടോ. ജനങ്ങൾ നോക്കിയാൽ വന്നുകൊണ്ടിരിക്കുക രക്ഷയില്ല. ഇത് മൊത്തം ബൈക്ക് ടാക്സിക്കാരാട്ടോ ഈ പോണത്, ഈ വരണത് മൊത്തം ബൈക്ക് ടാക്സിക്കാരാ. കണ്ട ഇത് നിൽക്കണ ബൈക്കുകൾ മൊത്തം ടാക്സിയാ. ബ്ലോക്കിൻ്റെ കൂടെ ബൈക്ക് മാത്രം വിടണുള്ളൂ. മൊത്തം ബൈക്ക് ടാക്സിക്കാരാ. ഈ കാണുന്നുണ്ടോ ഒരു കോടമഞ്ഞ് പോലില്ലേ. അതെന്താ അറിയാം മഞ്ഞല്ലാട്ടാ മറ്റേ കൊതുകിൻ്റെ മറ്റേ ഇതടിക്കുന്ന മറ്റേ പുകയില്ലേ. ആ പുക അടിച്ചിട്ട് എടാ കുട്ടിയാക്ക് ഒരു മരം കാണിച്ചാടാ ഞാൻ. അവരൊരു കുസൃതി നോക്കിയേ. നോക്കി ഇങ്ങനെ ഒരുപാട് പേര് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറെ പാവം തോന്നും. കാരണം അത്രയും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ. പല പല രൂപത്തിലും പല പല ഭാവത്തിലും നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോരുത്തരും ഓരോ വേഷവിധാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അവരൊരു നമുക്ക് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. കാരണം
അത് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും അവർക്ക് അവരറിയാം. ഭക്ഷണത്തിനല്ലാണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ ചോദിക്കുന്നത്. വിദ്യാഭ്യാസമൊക്കെ ഞങ്ങൾക്ക് പിന്നെ മതി എന്നൊക്കെ അവർ സംസാരിക്കുന്നത്. നമുക്കെന്നെ ചെറിയ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞില്ലേ, ജനിച്ച് വീണിട്ട് ഒരു 15 വയസ്സ് 15-16 വയസ്സിൻ്റെ ഇടയിലുള്ള എല്ലാ ഏജിലുള്ള കുട്ടികളും ഇവിടെ ഉണ്ട്. നമുക്ക് സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇത് ഭയങ്കര റിസ്ക്കാണ്. അയോധ്യയിലുള്ള രാമക്ഷേത്രല്ലേ, അതിൻ്റെ രൂപത്തിൽ अयोध्या के लोग आए हैं। 360 है ना? अच्छा ये भी आ रहा है क्या? हाँ आएगा आएगा. ओके धन्यवाद. നല്ല ആൾക്കാർ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് അയോധ്യയിലത്തെ അമ്പലമില്ലേ, ആ രൂപത്തിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതേ ഇതിൽ. आपके साथ नो आप 2 3 4 बसवा तो नहीं भैया, 4 ही लोग तो हुए. ആണോ ഇത് രസമായിട്ട് അത് വന്നിട്ടുള്ളത്. ഇത് ഒറിജിനല് കൊല്ലിന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. അല്ലട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫൈബറാന്ന് തോന്നുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? അതൊരു പ്രത്യേകമുള്ള കാര്യമായിട്ട് തോന്നുന്നു. ഇതന്നെ കണ്ടിട്ട് നമുക്ക് അത്രയും ഇത് തോന്നുന്നു. അപ്പോൾ ഒറിജിനൽ അയോധ്യയിൽ അമ്പലം കണ്ട എന്തായിരിക്കും അവസ്ഥ? സ്പോഞ്ചത് വർക്ക് നന്നായിട്ടുണ്ട്.
ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് അവർ. हाँ